മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം. മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ ആന ബസ് തടഞ്ഞു. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട് RTC ബസ് പടയപ്പ 1 മണിക്കൂറോളം തടഞ്ഞത്. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, മദപ്പാടുള്ള ആനയാണ്. ഇപ്പോൾ വീണ്ടും ഒരു ബസ് തടയുന്ന, അതും സംസ്ഥാന പാതയിൽ. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്? ഒരാഴ്ചയ്ക്ക് നേരെ മൂന്നാം തവണയാണ് പടയപ്പ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇത് ഇന്നലെ രാത്രിയിൽ മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടയ്ക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് RTC ബസ്സിന് നേരെയാണ് പടയപ്പ പാഞ്ഞെടുക്കുകയും അതിന്റെ ചില്ല് കേടുപാട് വരുത്തുകയും ചെയ്തിരിക്കുന്നത്. മദപ്പാടിലുള്ളത് കൊണ്ട് തന്നെ പടയപ്പ കൂടുതൽ അക്രമകാരിയാണ്, കൂടുതൽ പരിഭ്രാന്തനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1 മണിക്കൂറോളം ഈ സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പിന്നീട് RRT സംഘമെത്തി പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ആന. നയമക്കാട് 8ാം മൈലിൽ വെച്ചാണ് ഈ സംഭവം, പടയപ്പയുടെ പരാക്രമം നടക്കുകയും ചെയ്തിരിക്കുന്നത്. നയമക്കാടിനും തലയാറിനും ഇടയിലുള്ള മേഖലയിൽ ആന ഇപ്പോഴും തുടരുകയാണ്. വീണ്ടും അത് ജനവാസ മേഖലയിലും അതുപോലെ തന്നെ ഈ റോഡിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം വനം വകുപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.